അഷ്കർ, മണ്ഡലത്തിൽ സജീവമാകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിരവധി പേർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഓഫീസിൽ എന്നുകൂടി അറിയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? പ്രതിഷേധങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ പല പ്രതിഷേധങ്ങളും നടത്തിയിട്ടുള്ള ആളാണ് താൻ. അതുകൊണ്ട് പ്രതിഷേധങ്ങളെ സ്വാഗതം ചെയ്യുന്നു, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നൊക്കെയാണ് രാഹുൽ പറയുന്നത്. അതായത് വരും ദിവസങ്ങളിലും അവിടെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണോ? വിനിത, വരും ദിവസങ്ങളിലും രാഹുൽ മണ്ഡലത്തിൽ തുടരുമെന്ന് തന്നെ വ്യക്തമാക്കുന്ന പ്രതികരണമാണ് ഇപ്പോൾ രാഹുൽ നടത്തിയിരിക്കുന്നത്. രാഹുൽ പറയുന്നത് വരും ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കാൻ താൻ പാലക്കാട് തന്നെ ഉണ്ടാവും. മാത്രമല്ല, മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണത്തിൽ അദ്ദേഹം തയ്യാറായിട്ടില്ല. രാഹുൽ പറയുന്നത് വിശദമായി മാധ്യമങ്ങളെ കണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം, ഇപ്പോഴില്ല എന്നുള്ളത് മാത്രമാണ്. അത് ഏത് സമയത്ത് കാണുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തുകയും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു പരാതിക്കാരിൽ നിന്നും ഒരു നിവേദനം സ്വീകരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യുകയാണ് രാഹുൽ. രാഹുലിൻ്റെ കുന്നത്തൂർമോടുള്ള ദുർഗാനഗറിലുള്ള MLA ഓഫീസിലേക്കാണ് എത്തിയത്. രാവിലെ MLA ഓഫീസിലേക്ക് BJPയുടെയും വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. പക്ഷേ തികച്ചും മുൻകൂട്ടി അറിയിക്കാതെയാണ് രാഹുൽ ഇപ്പോൾ MLA ഓഫീസിലേക്ക് എത്തിയത്. രാവിലെ തന്നെ MLA ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചിരുന്നു. പോലീസിൻ്റെ വലിയ സുരക്ഷാ വലയവും MLA ഓഫീസിനും സമീപവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പോലീസ് ഇവിടെ ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ ഇപ്പോൾ രാവിലത്തെ മറ്റ് സന്ദർശനങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായിട്ടുള്ള MLA ഓഫീസിലേക്ക് എത്തി പരാതിക്കാരിൽ നിന്ന് പരാതി സ്വീകരിച്ച് നടപടികളിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും MLA ഓഫീസിൽ സജീവമാവുക എന്നുള്ള ഒരു നീക്കം തന്നെയാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിന് പ്രതിഷേധങ്ങളൊക്കെ എങ്ങനെ അത് ബാധിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് രാഹുൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് തടയും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് BJPയും DYFയും നടത്തുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് കൂടിയാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. അതിനുമപ്പുറത്തേക്ക് മണ്ഡലത്തിലെ തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഓഫീസിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ കഴിഞ്ഞ കാലയളവിലുണ്ടായ വലിയ വിവാദങ്ങൾ, ആരോപണങ്ങൾ, വിമർശനങ്ങൾ, പക്ഷേ അതിനൊന്നും വ്യക്തമായൊരു മറുപടി രാഹുൽ ഈ ഘട്ടത്തിൽ നൽകിയിട്ടില്ല. അതെല്ലാം തന്നെ വിശദമായി വരും ദിവസങ്ങളിൽ പിന്നീട് പറയാം എന്നുള്ള ഒറ്റ മറുപടി മാത്രമാണ് രാഹുൽ നൽകുന്നത്. കൂടുതൽ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായിട്ടുമില്ല. എന്തായാലും 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഓഫീസിലെത്തിയിരിക്കുന്നു. പരാതിക്കാരിൽ നിന്ന് പരാതി സ്വീകരിക്കുന്നു, നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. രാവിലെ എത്തിയപ്പോൾ ആദ്യം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളൊക്കെ തന്നെ രാഹുൽ ഇവിടെ മണ്ഡലത്തിലെത്തുകയും പിന്നീട് മണ്ഡലത്തിൽ ഉള്ള മറ്റ് ബന്ധങ്ങളിലുള്ള മരണ വീടുകൾ, അതുപോലെ തന്നെ നേരത്തെ സന്ദർശിക്കേണ്ടിരുന്ന വീടുകൾ, മണ്ണാർക്കാടുള്ള സന്ദർശിച്ച PJ പോലീസിൻ്റെ വീട്ടിലേക്കുള്ള സന്ദർശനം ഉൾപ്പെടെയുള്ളവയാണ് രാഹുൽ പൂർത്തിയാക്കി. അതിനുശേഷമാണ് വൈകുന്നേരം 4:15 ഇപ്പോൾ കുന്നത്തൂർമോടുള്ള MLA ഓഫീസിലേക്ക് എത്തുന്നത്. MLA ഓഫീസിൽ പാർട്ടി പ്രവർത്തകരും സഹപ്രവർത്തകരും ഓഫീസിലെ ജീവനക്കാരും അടക്കമുള്ളവർ MLC ഓഫീസിൽ രാഹുലിനെ സ്വീകരിക്കുകയും ചില പ്രവർത്തകർ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതിനുശേഷമാണ് പരാതി സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ PJ പൗലോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട നേതാക്കൾ അവിടെ എത്തിയപ്പോൾ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനെ ചേർത്ത് പിടിക്കുന്നത് കാണാമായിരുന്നു. എന്താണ് പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? വിനിത, പ്രത്യക്ഷമായി ഒരു വലിയ പിന്തുണ നൽകിയിട്ടില്ല എങ്കിൽ പോലും UDFൻ്റെ ജില്ലാ ചെയർമാനായിട്ടുള്ള മരക്കാർ മാരായമംഗലം നടത്തിയ പ്രതികരണം രാഹുൽ പാലക്കാടേക്ക് എത്തും, ഇല്ലെങ്കിൽ രാഹുലിനെ സംരക്ഷണം തീർക്കുമെന്നുള്ള പ്രതികരണം ഇന്നലെ വലിയ ചർച്ചയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ്റെ പ്രതികരണത്തിലൊക്കെ തന്നെ ഒരു വ്യത്യസ്തത, ആദ്യം സ്വീകരിച്ച നിലപാടിൽ നിന്നും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച് രാഹുലിന് ഒരു മൗനാനുവാദം നൽകുന്ന നിലപാടിലേക്ക് ജില്ലാ നേതൃത്വമൊക്കെ എത്തിയിരുന്നു. അതിനുശേഷമാണ് രാഹുലിൻ്റെ വരവ്. സ്വാഭാവികമായും നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ജില്ലയിലുള്ള മണ്ഡലത്തിലുള്ള കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ രാഹുലിൻ്റെ കൂടെ പലപ്പോഴും പല വേദികളിലും എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അടമാറിന വീട്ടിലും അതിനുശേഷമൊക്കെ തന്നെ എത്തുന്ന കാഴ്ചയുണ്ട്. ഇവിടെയും ഒപ്പം നിരവധി പ്രവർത്തകർ, കൗൺസിലർമാരടക്കമുള്ള ആളുകൾ രാഹുലിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു പിന്തുണ ഈ ഘട്ടത്തിൽ രാഹുലിന് ലഭിക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ അത് എത്രത്തോളം പാർട്ടി നടപടി നേരിട്ട യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചതിന് ശേഷവും അത് എത്രത്തോളം ഇങ്ങനെ ലഭിക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയമായ വിഷയങ്ങളാണ്. അതിനോടൊപ്പമാണ് രാഹുൽ ഇപ്പോൾ ഔദ്യോഗികമായി MLA ഓഫീസിലേക്ക് എത്തുന്നത്. നേരത്തെ MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് കടക്കാതെ ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. മാത്രമല്ല, അത് പിന്നീടുണ്ടാക്കാവുന്ന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ആലോചിച്ചാണ് അത്തരമൊരു തീരുമാനത്തിൽ കോൺഗ്രസ് പോയത്. അതിനുശേഷമാണ് ഇപ്പോൾ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ പാലക്കാട് മണ്ഡലത്തിലെത്തുന്ന MLA ഓഫീസിലേക്ക്. ഇപ്പോൾ രാഹുൽ MLA ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി അടുത്തത് എങ്ങോട്ടാണ് രാഹുൽ പോകുന്നത് എന്നുള്ളത് അറിയില്ല. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വിശദമായി പിന്നീട് കാണാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് രാഹുൽ ഇപ്പോൾ നൽകുന്നത്. വിനീത, ശരി. MLA
MLA ഓഫീസിൽ എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ MLA ഓഫീസിൽ കാലുകുത്തിക്കില്ല, തടയുമെന്നായിരുന്നു BJPയും DYFIയും ഒക്കെ പറഞ്ഞത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നതാണ്. മാത്രമല്ല പാർട്ടിക്കകത്തുനിന്ന് തന്നെ രാഹുലിന് പിന്തുണ ലഭിക്കുന്നു എന്നതാണ്. കൗൺസിലർമാർ ഉൾപ്പെടെ രാഹുലിനെ സന്ദർശിക്കാൻ MLA ഓഫീസിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുമായൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മണ്ഡലത്തിൽ സജീവമാകുമെന്ന സൂചനകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. മാധ്യമങ്ങളോട് വിശദമായി തന്നെ പിന്നീട് സംസാരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിവാദങ്ങൾക്ക്, അത്തരം ചോദ്യങ്ങൾക്ക്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയിട്ടില്ല.